മോയ്സ്ചറൈസറായിട്ട് ലിവർ ആയിഷിൻ്റെ അലോവേര ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഫേസിൽ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അലോവേര ജെൽ ഇടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ചെയ്യുമ്പോഴും നമ്മുടെ നെക്കിലും കൂടെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഫേസിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ലാക്മിയുടെ സൺസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് ഫേസിൽ നന്നായിട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. ലാക്മിയുടെ പ്രൈമറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഫേസിൻ്റെ T-സോണിൽ ഇട്ടതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കളർ കറക്റ്റർ ഉപയോഗിക്കാം. അതിനായിട്ട് എല്ലകളുടെ കളർ കറക്റ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ണിന് ചുറ്റും ഫേസിൽ കറുത്ത പാടുകളുള്ള ഭാഗത്തുമൊക്കെ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൺസീൽ ചെയ്യാം. നമ്മളിപ്പോൾ കളർ കറക്റ്റർ ഇട്ട ഭാഗത്തെല്ലാം ഞാൻ കൺസീലർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ച് അതും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ലാക്മിയുടെ കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് കണ്ണിൻ്റെ ഭാഗം മാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാക്മിയുടെ തന്നെ ഫൗണ്ടേഷൻ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഡോട്ടായിട്ട് ഇട്ടതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ഹുദ ബ്യൂട്ടിയുടെ ന്യൂഡ് ഐ ഷാഡോ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും ഒരു സീക്രട്ട് എന്നുള്ള ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ക്രീസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മേൽഭാഗത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. എക്സസ് വന്ന ഐഷാഡോയുടെ പൗഡറെല്ലാം ഞാൻ വേറൊരു ബ്രഷ് വെച്ചിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഷെയ്ഡ് എടുത്തതിന് ശേഷം കണ്ണിൻ്റെ മുകളിൽ കുറച്ചുകൂടി അതൊരു ചെറിയ ഷിമറി ഷെയ്ഡാണ്, അതും കൂടെ എടുത്തിട്ട് കണ്ണിൻ്റെ മേലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കളർ ബോർഡിൻ്റെ ഐഷാഡോ പാലറ്റിൽ നിന്നും ഒരു ഗോൾഡൻ ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിൽ മധ്യഭാഗം മുതൽ ഇന്നർ കോർണർ വരെ ഇങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രഷ് എടുത്തിട്ട് രണ്ട് കളറും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്ത ഐഷാഡോ തന്നെ താഴെ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഐബ്രോ ചെയ്യാം. ഐബ്രോ ചെയ്യാനായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിങ്ങനെ ഒരു ഔട്ടർ ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ ഭാഗത്തുനിന്ന് അകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഭാഗത്ത് നമുക്കിങ്ങനെ സ്റ്റോക്സ് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കണ്ണിൻ്റെ വാട്ടർ ലൈനും ടൈറ്റ് ലൈനും ഒന്ന് ലാക്മിയുടെ ഐക്കോണിക് കാജൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ താഴ്ഭാഗം ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാക്മിയുടെ ഐലൈനർ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ണ് നന്നായിട്ട് എഴുതി കൊടുക്കാം. കണ്ണിൻ്റെ മേൽഭാഗം മാത്രമേ എഴുതുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഫോൾസ് ലാഷസ് വെച്ച് കൊടുക്കാം. അതിന് ഞാൻ ഇവിടെ ഹുദ ബ്യൂട്ടിയുടെ ലാഷസ് ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോണ്ടൂർ ചെയ്യാം. കോണ്ടൂർ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ മൂക്കിൻ്റെ ഭാഗം നന്നായിട്ട് കോണ്ടൂർ ചെയ്യുന്നുണ്ട്. കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. കോണ്ടൂർ സ്റ്റിക്കിൽ ഹൈലൈറ്റർ സ്റ്റിക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ഹൈലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് പുരുകത്തിൻ്റെ ഈ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കവിളും ഈ ഭാഗവും നന്നായിട്ട് ഒന്ന് കോണ്ടൂർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ബ്ലഷായിട്ട് സെപ്പറേറ്റ് എടുക്കുന്നില്ല. ഐഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ ബ്ലഷിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു ഐഷാഡോ എടുത്തിട്ട് ചീക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റ് ചെയ്യാനും ഞാൻ ഐഷാഡോ പാലറ്റിൽ നിന്ന് തന്നെയാണ് ഹൈലൈറ്റർ ഷെയ്ഡ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫേസിൻ്റെ T-സോൺ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ലിപ്പ് മേക്കപ്പിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ലിപ്പ് ലൈനർ ഉപയോഗിച്ച് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തെടുക്കുവാണ്. പിന്നീട് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലിപ്പ് ലൈനർ ഉപയോഗിച്ച് ലിപ്സ് ഒന്ന് ഫുൾ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്.
സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ച് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു പൊട്ട് കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. ഹെയർ സ്റ്റൈൽ ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിളാണ്. അതായത് ഇതുപോലെ ഓരോ വരിവുകൾ എടുത്തിട്ട് അതിനെ ട്വിസ്റ്റ് എടുത്തതിന് ശേഷം ഈ ഭാഗത്ത് ഒരു ഈർക്കിൽ സ്ലൈഡ് വെച്ച് സെറ്റ് ചെയ്തെടുക്കുവാണ്. കണ്ടോ, ഈർക്കിൽ സ്ലൈഡ് എന്ന് വെച്ചാൽ നമ്മൾ പൂവൊക്കെ വെക്കാൻ ഉപയോഗിക്കില്ലേ, ആ സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ സെക്യൂർ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ കരുതി ഈ ചെവിയുടെ ഈ ഭാഗത്ത് കിടക്കുന്ന ഈ കുഞ്ഞു മുടി ഒന്ന് ഇതുപോലെ കേൾ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് കേളറില്ല, പിന്നെ അതുപോലെ തന്നെ ഹെയർ സെറ്റിംഗ് സ്പ്രേയും ഇല്ല. അപ്പോൾ അത് രണ്ടും എനിക്ക് മേടിക്കണം. അതുകൊണ്ട് ഞാനിങ്ങനെ കൈകൊണ്ടാണ് കേൾ ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷു ഡസ്കി സ്കിൻ മേക്കപ്പ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ ബൈ.